ട്രംപും സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിങ്ങിൽ, അതായത് മോസ്കോ അറ്റാക്ക് ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കണം, പുടിൻ ഇരിക്കുന്ന ഭാഗവും എയർപോർട്ടും അതേപോലെ റഷ്യയുടെ തന്ത്രപ്രധാനമായ ഡിഫൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ടോം ഹോക്സ് മിസൈല്. ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുക എന്താണ് ഈ ടോം ഹോക്ക്? നിങ്ങൾക്ക് അറിയാതൊക്കെ എന്തുവാന്ന്. അമേരിക്കയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈറ്റ് കൂടാതെ വളരെ ലോ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നതാണ്. 450 കിലോ പേലോഡ് അതിൻ്റെ അകത്ത് വഹിക്കും. വളരെ സ്പീഡാണ്, ക്രൂയിസ് മിസൈലാണ്. ഇത് റഷ്യൻ ഡിഫൻസ് സിസ്റ്റത്തിനും, അതായത് എയർ ഡിഫൻസ് സിസ്റ്റത്തിനും, അവരുടെ S-300 ആണെങ്കിലും 400 ആണെങ്കിലും ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതാണ് ഗ്ലോബൽ മീഡിയയും അതേപോലെ തന്നെ സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഇത് ഉക്രൈന് കൊടുക്കുകയും അത് കീവിൽ നിന്ന് അവർ ഫയർ ചെയ്യുകയും ചെയ്താൽ, അതായത് ഉക്രൈൻ്റെ ഏതെങ്കിലും, കാരണം ഇത് ഏകദേശം 2500 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് ഇതിന്. വളരെ ഫാസ്റ്റാണ്, വളരെ ഈ ലോ ആൾട്ടിറ്റ്യൂഡിൽ, അതായത് വളരെ പറക്കുമ്പോൾ, ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല റഡാറിലാണെങ്കിലും. അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പലതും കൊടുത്തു കഴിഞ്ഞ് മോസ്കോയിലോട്ട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, ഉറപ്പായിട്ടും ഉക്രൈന് ഒരു അപ്പർ എഡ്ജ് കിട്ടും ഈ വാറിനകത്ത്.